BRM ആ തറക്കല്ലിടൽ അന്നത്തെ LDF ബഹിഷ്കരിച്ച ചടങ്ങാണ് കേട്ടോ. BRM അന്ന് CPM എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ? ഈ പറഞ്ഞ മത്സ്യബന്ധനത്തിന്റെ മരണമണി എന്നുള്ളത് അഴിമതി ആംഗിൾ അല്ലല്ലോ. എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം നശിക്കാൻ പോകുന്ന ഒന്ന് ആംഗിളാണ്. അതടക്കം ഇപ്പോഴും CPM ഉറച്ചു നിൽക്കുകയാണ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ആ കരാർ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ VM സുധീരൻ ആരോപണം കൂടി SK സതീഷ് കോട്ട് ചെയ്യുകയാണ്. ആ കരാർ കേരളത്തെ തുലയ്ക്കാൻ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറാണ്. അക്കാര്യത്തിൽ തർക്കം CPM ഇപ്പോഴും ഇല്ല. പക്ഷേ കേരളത്തിന്റെ ബെസ്റ്റ് താല്പര്യത്തിന് മുന്നോട്ടുള്ള പോക്കിന് ആ കരാർ വേണം. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അതങ്ങ് നടപ്പാക്കി BRM. സത്യത്തിൽ 17 മിനിറ്റ് നേരമാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഗുണമില്ലാതെ ഈ ചർച്ചയെ കൊണ്ടുവന്നെത്തിച്ചത്. സജീഷിന് ചിലപ്പോൾ ഇതെങ്ങനെയെങ്കിലും സമയം പോകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കലബല വിളിച്ചുകൊണ്ട് ഈ ചർച്ചയെ അലമ്പാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരിക്കും. നിങ്ങൾ ആങ്കറല്ലേ? ഒന്നുകിൽ അയാളുടെ മൈക്ക് ഓഫ് ചെയ്യണമായിരുന്നു, അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ, അതല്ലെങ്കിൽ കരളായ ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ മാറ്റണമായിരുന്നു. ഞങ്ങൾ നിങ്ങളെ തോന്നിയ ദിവസം കാണാൻ വേണ്ടി ഒന്ന് കുത്തിയിരിക്കല്ലേ ഞങ്ങൾ രണ്ടപ്പുറത്ത്. ഒന്ന് ഓർമ്മിക്കണം, ചർച്ചയാണത് കേട്ടോ. ഇത് പത്രസമ്മേളനമല്ല. SK സജീഷിന്റെ പത്രസമ്മേളനം കേൾക്കേണ്ട കാര്യമൊന്നും ചർച്ചയല്ലെന്നേ. ഞാൻ സജീഷ് ഏകപക്ഷീയം സംസാരിക്കായിരുന്നില്ല. ചോദിച്ചു പറയുമ്പോൾ അങ്ങനെയുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? അങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റുക? BRM ഇതൊരു ചർച്ചയാണ്. സജീഷ് ഏകപക്ഷീയം പറയൂ. ആ കര ഇപ്പൊ പ്രതിപക്ഷ എന്തുകൊണ്ട് വേദിയിലെ ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പരോക്ഷമായിട്ട് സതീഷ് മറുപടി. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ഈ ഇരിക്കുന്ന ആളുടെ തലതൊട്ടപ്പനായ നേതാവ് DYFIയുടെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി അന്ന് എഴുതിയത് എന്താണെന്നറിയോ? അന്ന് എഴുതിയത് വികസനം നടത്തുന്ന കാര്യത്തിലല്ല ഉമ്മൻചാണ്ടിക്ക് താല്പര്യം, കോടികളുടെ അഴിമതി. ഉമ്മൻചാണ്ടിയുടെ താല്പര്യം കോടികളുടെ അഴിമതിയാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ദേശാഭിമാനിയിൽ എവിടെയൊക്കെ നാണമുണ്ടോ? ഒരു മര്യാദ വേണ്ടേ? വന്ന് ഉളുപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുകയാണ്. രാഷ്ട്രീയ കാര്യ സമിതിയിൽ ചർച്ച ചെയ്യണം. CAG റിപ്പോർട്ട് ഗൗരവകരമാണ് എന്ന് പറഞ്ഞ എന്തിനാണ്? അതുകൂടി പറയണ്ടേ? ഞങ്ങൾ പറഞ്ഞ മാത്രം VM സുധീരൻ എന്തിനാണ് പറഞ്ഞത്? അതുകൂടി പറയേ. കേൾക്കാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ട്. ഷഫീറെ, എന്തിനാണ് അങ്ങനെ രോഷാകുന്നത്? മര്യാദ ഡെക്കോറം പാലിക്കും. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അഭിപ്രായം പറയുമ്പോൾ 3 പേർക്ക് അഭിപ്രായം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഡെക്കോറം പാലിക്കണം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇയാളെ മാത്രം പത്രസമ്മേളനം വിളിക്കുക, അത് BRM ഇതൊരു ജനാധിപത്യ ചർച്ചയല്ലേ? ഇടപെടലൊക്കെ ഉണ്ടാവില്ലേ? ജനാധിപത്യത്തെ പറ്റി വാദോര സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്ന് അങ്ങനെ സംസാരിക്കല്ലേ? താങ്കൾ പറഞ്ഞു 17 മിനിറ്റ് നേരം കേട്ടോണ്ടിരുന്നിട്ട് നമ്മൾ അഭിപ്രായം പറയാൻ വേണ്ടി പോകുമ്പോൾ ചാടി ഇടയെ കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ. മര്യാദകളാണത്. സമയം കളയാ. മുതലും പലിശ ചേർത്ത് കിട്ടി.